ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ആഗസ്റ്റ് 18 മുതൽ 24 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാവുന്നത് ആര്? ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനാവുന്നത് ഉത്തരം PR ശ്രീജേഷ്. 2024 ഓഗസ്റ്റിൽ റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തപ്പെട്ട നഞ്ചരായൻ പക്ഷിസങ്കേതം, കഴുവേലി പക്ഷിസങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നഞ്ചരായൻ പക്ഷിസങ്കേതം, കഴുവേലി പക്ഷിസങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം തമിഴ്നാട്. 2024 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ നഞ്ചരായൻ പക്ഷിസങ്കേതം, കഴുവേലി പക്ഷിസങ്കേതം, മധ്യപ്രദേശിലെ തവ റിസർവോയർ എന്നീ 3 സൈറ്റുകൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ ഇന്ത്യയിൽ 85 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ ആണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത്. 18 റംസാർ സൈറ്റുകളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ഉത്തർപ്രദേശിൽ 10 റംസാർ സൈറ്റുകൾ. 2024 ഓഗസ്റ്റിൽ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? 2024 ഓഗസ്റ്റിൽ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഉത്തരം P. ഹരീഷ്. രുചിര കാംബോജ് ജൂണിൽ വിരമിച്ച ഒഴിവിലാണ് P. ഹരീഷ് നിയമിതനാവുന്നത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ ദി കോർ. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന സിനിമയാണ് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ബ്ലസി. ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസിയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ്. ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശി, ബീന ആർ ചന്ദ്രൻ എന്നിവരാണ് മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തടവ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ബീന ആർ ചന്ദ്രൻ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉർവശിക്ക് ഇത് 6ാം തവണയാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ദേശീയ ബഹിരാകാശ ദിനം ഉത്തരം ആഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ. ഈ അഭിമാന നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായി രാജ്യം ആഘോഷിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന മലയാള ചിത്രമാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടി. കാന്താര എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. കാന്താര എന്ന സിനിമയുടെ സംവിധായകനും ഋഷഭ് ഷെട്ടിയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിത്യ മേനോൻ, മാനസി പരേഖ് എന്നിവരാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. തിരുച്ചിട്രമ്പലം എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിനാണ് മലയാളിയായ നിത്യ മേനോൻ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കച്ച് എക്സ്പ്രസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മാനസി പരേഖ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂരജ് ആർ ബർജാത്യായ. ഊഞ്ചൈ എന്ന സിനിമ സംവിധാനം ചെയ്ത സൂരജ് ആർ ബർജാത്യായയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആനന്ദ് ഏകർഷി. ആട്ടം എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്ക. മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീപദ്. മാളികപ്പുറം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ശ്രീപദ് മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് AR റഹ്മാൻ. ചിത്രം പൊന്നിയിൻ സെൽവൻ. 2024 ഓഗസ്റ്റിൽ ഏതു രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 2024 ഓഗസ്റ്റിൽ ഏതു രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി. 2024 ഓഗസ്റ്റിൽ ബ്രസീലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം? ഉത്തരം എക്സ്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ? KS ചിത്ര, സംഗീത സംവിധായകനായ ഉത്തം സിംഗ് എന്നിവർക്കാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. 2023 പുരസ്കാരമാണ് ചിത്രയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഉത്തം സിംഗിന് 2022 പുരസ്കാരമാണ് ലഭിച്ചത്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ? കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ? ഉത്തരം കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. കൽപ്പസുവർണ, കൽപ്പശതാബ്ദി എന്നീ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത്. അമേരിക്കയിലെ ടെക്സസിലെ ഹൂസ്റ്റണിൽ സ്ഥാപിച്ച ഹനുമാൻ പ്രതിമയുടെ ഉയരം എത്രയാണ്? ഉത്തരം 90 അടി. അമേരിക്കയിലെ ഷുഗർലാൻഡിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നാണ് ഈ പ്രതിമയുടെ പേര്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയാണ് ഇത്. 2024 ഓഗസ്റ്റിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ഹേമ കമ്മീഷൻ ഏതു മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ നിയോഗിച്ചത്? 2024 ഓഗസ്റ്റിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ഹേമ കമ്മീഷൻ ഏതു മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്? ഉത്തരം സിനിമ. സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ് എന്നതിന് പകരം ജയ് ഹിന്ദ് എന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഹരിയാന. ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കിയ നോവൽ? ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കിയ നോവലിന്റെ പേര്? ഉത്തരം സത്യം. സത്യം എന്ന നോവലിന്റെ രചയിതാവ് രാജീവ് ശിവശങ്കർ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർച്ചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർച്ചിത്രം ഒരുങ്ങുന്നത്? ഉത്തരം കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പർ? പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പർ? ഉത്തരം 16. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം? ഉത്തരം പൂനെ. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കോർബ ജില്ലയിലെ കത്കോര നഗരം ഏതു സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കോർബ ജില്ലയിലെ കത്കോര നഗരം ഏതു സംസ്ഥാനത്തിലാണ്? ഉത്തരം ഛത്തീസ്ഗഡ്. 2024 ഓഗസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത്? ഉത്തരം രാഹുൽ നവീൻ. പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമംഗം
PR ശ്രീജേഷിന് എത്ര രൂപയാണ് സംസ്ഥാന സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചത്? ഉത്തരം 2 കോടി രൂപ. ടോക്കിയോ ഒളിമ്പിക്സിന് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിരുന്നു. ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം? ഉത്തരം ഇന്ത്യ മലേഷ്യ. ഉദാരശക്തി 2024 വേദി മലേഷ്യയിലെ കുവാന്തൻ. ദി ബഹറിൻ കേരളീയ സമാജത്തിന്റെ കഥാകുലപതി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ടി പത്മനാഭൻ. 2022 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്? ഉത്തരം ഹരിത സാവിത്രി. ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 75,000 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക്. അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക്. ഉത്തരം സ്നേഹിത. മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ ഗ്രാമം ഏത്? മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ ഗ്രാമം. ഉത്തരം മാനിച്ചിവാടി. സദ്ഭാവന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം രാജീവ് ഗാന്ധി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കൂടിയാണ്. 2024 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. ഉത്തരം അസമിലെ അഹോം രാജവംശത്തിന്റെ മൈതം ശവകുടീരങ്ങൾ. അസമിലെ അഹോം രാജവംശത്തിന്റെ മൈതം ശവകുടീരങ്ങളാണ് 2024 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാവുന്നത് എവിടെയാണ്? 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന്റെ വേദി. ഉത്തരം ദുബായ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആര്? ഉത്തരം നിത ഷഹീർ. കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ ആണ് നിത ഷഹീർ. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12ാം ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. ഉത്തരം ഖാദർ കമ്മിറ്റി. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 150ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിന്റെ വേദി. ഉത്തരം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 2027 പ്രദർശന മത്സരം നടക്കുന്നത്. 1877 മാർച്ചിലാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ മത്സരം നടന്നത്. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ. ഉത്തരം നിള. ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം വിജയാമൃതം. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനാവുന്നത് ആര്? ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനാവുന്നത്. ഉത്തരം രാജേഷ് കുമാർ സിംഗ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച അത്ലറ്റിക് പരിശീലകൻ ആര്? ഉത്തരം SS കൈമൾ. PT ഉഷ, MD വത്സമ്മ, മേഴ്സിക്കുട്ടൻ, അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള അത്ലറ്റുകളെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് SS കൈമൾ. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ആര്?
കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം ഗോവിന്ദ് മോഹൻ. പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത്? ഉത്തരം സുമിത് ആന്റിൽ, ഭാഗ്യശ്രീ ജാദവ്. ജാവലിൻ ത്രോ താരമായ സുമിത് ആന്റിൽ, ഷോട്ട്പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദവ് എന്നിവരാണ് പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത്. 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? ഉത്തരം കേരളം. 2ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ്, 3ാം സ്ഥാനത്ത് അസം. 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തിരുവനന്തപുരം. വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ബംഗ്ലാദേശിൽ നിന്നും ഏതു രാജ്യത്തിലേക്കാണ് മാറ്റിയത്? വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ബംഗ്ലാദേശിൽ നിന്നും ഏതു രാജ്യത്തേക്കാണ് മാറ്റിയത്? ഉത്തരം UAE. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്നാണ് വേദി മാറ്റിയത്. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ബൗളിംഗ് പരിശീലകൻ? ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ബൗളിംഗ് പരിശീലകനായി നിയമിതനായത് ആര്? ഉത്തരം മോണി മോർക്കൽ. മുൻ ദക്ഷിണാഫ്രിക്കൻ പേസ് ബൗളറാണ് മോണി മോർക്കൽ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവശേഷം കൈക്കുഞ്ഞിനെ പരിപാലിക്കാനുള്ള ധനസഹായ പദ്ധതി? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവശേഷം കൈക്കുഞ്ഞിനെ പരിപാലിക്കാനുള്ള ധനസഹായ പദ്ധതിയുടെ പേര്? ഉത്തരം മാതൃജ്യോതി. തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം പയേതുങ്താൻ ഷിനവത്ര. തായ്ലൻഡിന്റെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും 2ാമത്തെ വനിതയുമാണ് പയേതുങ്താൻ ഷിനവത്ര. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി? ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി? ഉത്തരം പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ പദ്ധതി. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാവുന്നത്? ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര. ഉത്തരം നുസാന്തര. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി? ഉത്തരം കൊച്ചി. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം? 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം EOS-08. കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിതയാവുന്നത് ആര്? കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിതയാവുന്നത്? ഉത്തരം ശാരദാ മുരളീധരൻ. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായിട്ടാണ് ശാരദാ മുരളീധരൻ നിയമിതയാവുന്നത്. നിലവിലെ ചീഫ് സെക്രട്ടറി V വേണുവിന്റെ ഭാര്യയാണ് ശാരദാ മുരളീധരൻ.